ഓക്കെ. അപ്പോ ലിനൂസേ സാറേ നമ്മൾ ഫസ്റ്റ് പഠിക്കണം കോഫ്. ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ചുരുക്കി പറയണം കേട്ടോ. കോഫ് കോ 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 ഇതേ കണ്ടില്ലേ, സ്ക്രീനിൽ കണ്ടില്ല കോ മുകളിൽ 2 കുത്തൊക്കെ ഉള്ള കാഫ്. ആ കാഫ് എങ്ങനെയാണ് ഉച്ചരിക്കാന്നാണ് നമ്മൾ പറയണത്. നാവുണ്ടല്ലോ, നാവിന്റെ മുരട് എന്ന് പറയുമ്പോൾ ഏത് ഭാഗമാണ് പൊന്നു മക്കളോ? നാവിന്റെ മുരട് എന്ന് പറയുമ്പോൾ ഇതാ നാവിന്റെ ഈ ഭാഗം. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാ നാവിന്റെ ഈ ഭാഗം. നാവിന്റെ ഈ ഭാഗം കാണുന്നില്ല? നാവിന്റെ ഈ ഭാഗം കണ്ടോ? മുരട്. ആ മുരട് എന്താവും? മുകളിലുള്ള നേരെ ഭാഗത്ത് തട്ടണം. ഓക്കെ. ഈ ഭാഗം ഒരു ഇറച്ചിയുള്ള ഭാഗമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇവിടെ ഒരു ഇറച്ചിയുള്ള ഭാഗം കാണാം. അപ്പൊ ഇറച്ചിയുള്ള ഭാഗമേ നാവിന്റെ മുരട് ഭാഗം തട്ടുക. നോക്കി നോക്ക്, കോ ജിനിസ് നോക്കി നോക്ക്, കോ കോ അല്ലേ? നാവിന്റെ ഈ തലനാവ് ഇങ്ങനെ ഇവിടെ ഈ മുകൾ ഭാഗത്തൊരു ഇറച്ചി ഇങ്ങനെ പോയൊക്കെ നാവുകൊണ്ട് ഇങ്ങനെ പോയൊക്കെ ഒരു ഇറച്ചിയുള്ള ഭാഗം ഇവിടെ കാണാൻ പറ്റും. കിട്ടിയോ? ജിനിസിന് കിട്ടിയോ? എങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇറച്ചിയുള്ള ഭാഗം കാണാൻ പറ്റും? നാവണ്ടേ മുകളിൽ ഇങ്ങനെ പോയ മുകളില് ബാക്കോട്ട് ഒരു ഇറച്ചിയുള്ള ഭാഗം കണ്ടോ? കണ്ടില്ല? ആ ഇറച്ചിയുള്ള ഭാഗത്തുമ്പോ നാവിന്റെ ഈ ഇങ്ങേ തല തട്ടുക. കോ ഒന്ന് പറഞ്ഞേ. സാധാരണ ക്യാ അല്ല കേട്ടോ, കോ 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 കോ. ഈ ഭാഗം ഇവിടെ ഇങ്ങനെ തട്ടോ, കോ 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 അല്ലെ? കണ്ടോ? ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ട പോലെ നാവിന്റെ ഈ മുരട് എന്താവാ അതിനോട് നേരിടുന്ന ഇറച്ചിയും എന്താവാ തട്ടുക. കോ 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 അല്ലെ? കോ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ, നമുക്കൊരു വീഡിയോ ആനിമേഷൻ കൂടി കാണാം. ഇതാ വീഡിയോ ആനിമേഷൻ നോക്കി നിങ്ങളെ. ബിസ്മില്ലാ. അപ്പൊ ശരിക്കും മനസ്സിലാവും കേട്ടോ. ആ റെക്കോർഡാണ്. കണ്ടോ? ഈ നാവിന്റെ ഈ ഭാഗം ഇവിടെ തട്ടണുണ്ടോ? മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ കിതാബില് പറയണേ കാഫിന്റെ മാർജർ നാവിന്റെ മുരടും അതിനോട് നേരിടുന്ന അണ്ണാക്കുട്ടോ. അണ്ണാക്കാരുടെ മുകൾ ഭാഗം. പിന്നെ അണ്ണാക്ക്. പിന്നെ ക്യാഫ് പറഞ്ഞ സുഖാണ്. കാഫിന്റെ അല്പം താഴെ കാഫിന്റെ മാറിന്റെ സ്വല്പം താഴെ കേട്ടോ. ഇതാ ഇപ്പൊ കാഫ് എവിടെയാണ്? കാഫ് ഇവിടെയാണ്. ഇവിടെ ഇവിടെ തട്ടുമ്പോഴാണ് കാഫ് ഉണ്ടായിരുന്നത് അല്ലേ? എന്നാ അതിന്റെ കുറച്ച് താഴെ ഇവിടെ അവിടെയാണ് എന്തുണ്ടാവും? സാധാരണ കാഫ് ഉണ്ടാവും. സാധാരണ കാഫ് സാധാരണ കാഫ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച് ജീമ് ഷീന് യാ ആണ് കേട്ടോ. ജീമ് ഷീന് യാ. ജീമ് ഷീന് യാ ലിനൂസെ അതിൽ ഷോ ജീമ് ഷീന് യാ അതിന്റെ മറിച്ച് നോക്കി നിങ്ങളെ. നാവിന്റെ മധ്യഭാഗം അതിനോട് നേരിടുന്ന അണ്ണാക്ക്. നാവിന്റെ നടുഭാഗം, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ നടു, സെന്റർ. ആ സെന്ററും അതിനോട് നേരിടുന്ന അണ്ണാക്കുമ്പോ തട്ടുക. അപ്പൊ ജീമും ഷീനും യാവും ഉണ്ടാവും. ജ് അജ് ജ് ജ് ഷ് ഷ് യ് യ് പറയണേ. ഷ് പറ ലിനൂസെ. പറഞ്ഞ ഉണ്ടായിരിക്കാൻ പറയില്ല. പറഞ്ഞോക്കെ. ലിനൂസ് ഓണാക്കി പറയും ല്ലേ? ജ് പാമ്പിന്റെ ശബ്ദം പോലെ ഉണ്ട്. അതൊക്കെ പറയുമ്പോ നാവിന്റെ നടുഭാഗം അണ്ണാക്കുമായി തട്ടാകണം. ജ് ഷ് യേ ല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് നോക്കിങ്ങളെ നാവിന്റെ മധ്യഭാഗം എന്താവാ മുകളിൽ തട്ടുക. അപ്പൊ ജ് എന്നുള്ള അക്ഷരം ഉണ്ടാവും കേട്ടോ. ഷീനും അങ്ങനെ. ഷീന് തട്ടൂല. ഷീന് ഇതിൽ കൂടെ ഇങ്ങനെ കാറ്റിങ്ങനെ പോകും. ല്ലേ? അത് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താവാ വീഡിയോ കാട്ടിത്തരാം കേട്ടോ. എന്താ വീഡിയോ നോക്കി നോക്കി നിങ്ങളെ. അജ് 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 അതിന്റെ മധ്യഭാഗം ഇവിടെ തട്ട. അജ് അജ് പറയുമ്പോ ഓക്കെ. ജ്
നാവിന്റെ മധ്യഭാഗം അതിനോട് നേരെ അണ്ണാക്കുമായി തട്ടുണ്ട് അല്ലേ? അജ് അല്ലേ? ഇനി ഇനി ഷീന് കാട്ടിത്തരാ. ഷീന് ഷീന് കാട്ടിത്തരാം. ഷീന് ഷീന് നോക്കി നോക്കി. ഷീന് നോക്കി നോക്കി. ഇവിടെ അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ഇന്നലെ എടുത്തത് കേട്ടോ. ഒന്നുമില്ല, കാഫ് എന്ന് പറയുമ്പോ അക്ക്, കാഫ് പറയുമ്പോ ഇവിടെ ഈ മുരടായിരിക്കും. ജീമും പിന്നെ കാഫ് പറയുമ്പോ നേരെ താഴെ ആയിരിക്കും. പിന്നെ ജീമ് ഷീന് യാ എന്തായിരിക്കും? നാവിന്റെ മധ്യഭാഗങ്ങൾ നേരെ അണ്ണാക്കുമായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ച ഇന്ന് ഏതാ പഠിച്ചത് സാറമ്മോളോ? ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതേനു? ലോ. നായിന്റെ രണ്ടിലൊരും അതിനോട് നേരിടണ മേലെ 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 അണ്ണപ്പല്ലുമായി ചേരൽ. അണപ്പല്ല് അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ തട്ട അല്ലെ? അല്ലേ? നമ്മൾ പഠിച്ചു. അത് ഏതെങ്കിലും വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ട. പിന്നെ നമ്മൾ പഠിച്ചു. പിന്നെ ഏതക്ഷരം നമ്മൾ പഠിച്ചേ? പിന്നെ ദാല്. അതെങ്ങനെയാണ്? നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മോരട്. ഇതാണ് നമ്മള് ഇന്ന് ജീവിതത്തിൽ പഠിച്ചിട്ട് ഉഷാറാക്കി സൂപ്പറാക്കി ചോദിക്കി. അപ്പൊ അടുത്ത ദിവസം കാണാം. ബൂത്തിനൊക്കെ വിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം കാണാം.